കെ റൈസ് എന്ന ബ്രാൻഡ് നൽകി വിൽക്കാനുള്ള അരി ഗോഡൌണുകളിൽ നിന്ന് ഇന്നലെ ഉച്ച മുതൽ സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ എത്തിച്ചു തുടങ്ങി. കെ റൈസ് എന്ന പേര് പതിച്ച സഞ്ചികൾ കുറച്ചൊക്കെ ഔട്ട്ലെറ്റുകൾക്ക് നൽകിയിരുന്നു. ഇന്നലെ ഔപചാരികമായി മുഖ്യമന്ത്രി വിതരണം തുടങ്ങിയതിനാൽ ഇന്നു മുതൽ വിൽപ്പന തുടങ്ങാനാണ് നിർദ്ദേശം. വലിയ വില കൊടുത്ത് വാങ്ങി വലിയ നഷ്ടം സഹിച്ച് മാർക്കറ്റിൽ ജനങ്ങളുടെ പ്രയാസങ്ങൾ അകറ്റുവാൻ കഴിയുന്ന തരത്തിലാണ് കെ റൈസ് തയ്യാറാക്കിയിരിക്കുന്നത്. 2 ദിവസത്തേക്ക് കെ റൈസ് വിൽക്കാൻ ആവശ്യമായ അരിയുടെ സ്റ്റോക്കാണ് തുടക്കത്തിൽ ഔട്ട്ലെറ്റുകൾക്ക് നൽകിയിരിക്കുന്നത്. വലിയ ഔട്ട്ലെറ്റിന് ഇന്നലെ 40 ചാക്ക് ജയ അരി, അതായത് 400 പേർക്ക് 5 കിലോ വീതം നൽകാനായി 2000 കിലോ അരി നൽകിയിട്ടുണ്ട്. മട്ട 15 ചാക്കും, അതായത് 5 കിലോ അരി വീതം 150 പേർക്ക് കൊടുക്കാൻ 750 കിലോയും. 2 ദിവസത്തിനുള്ളിൽ കൂടുതൽ സ്റ്റോക്ക് എത്തിക്കുമെന്ന് ഔട്ട്ലെറ്റ് അധികാരികളെ അറിയിച്ചിട്ടുണ്ട്. ഭാരതരിക്ക് ബദലായി കെ റൈസ് രംഗത്തിറക്കിയെങ്കിലും സപ്ലൈകോയ്ക്ക് സാമ്പത്തിക പ്രതിസന്ധി ഇല്ലെന്ന് ധരിക്കേണ്ട. കടമായിട്ടാണ് ജെ അരി ഇപ്പോൾ തെലങ്കാനയിൽ നിന്ന് വാങ്ങിയത്. റെയ്ഡ്കോ എന്ന സ്ഥാപനത്തിലാണ് ഇപ്പോൾ വാങ്ങിയത്. സഹകരണ സ്ഥാപനമാണ്. 41 രൂപ നിരക്കിൽ വാങ്ങിയിട്ടാണ് 30 രൂപയ്ക്കും 29 രൂപയ്ക്കും കൊടുക്കുന്നത്. നമുക്ക് അഡ്വാൻസ് ചെയ്യാൻ പറ്റുമോ? അപ്പോൾ ഇതെല്ലാം ഒത്തുവന്നാണ് നമുക്കിതൊക്കെ എടുക്കേണ്ടത്. റെയ്ഡ്കോയ്ക്ക് ക്രെഡിറ്റ് തന്നെയാണ് സാധനം എടുത്തിട്ടുള്ളത്. കിലോ 47 രൂപ വരെ ചെലവുള്ള അരിയാണ് 30 രൂപയ്ക്ക് കെ റൈസ് എന്ന പേരിട്ട് കൊടുക്കുന്നത്. തെരഞ്ഞെടുപ്പ് കാലത്ത് നഷ്ടം സഹിച്ച് വിൽക്കുമ്പോൾ സപ്ലൈകോയുടെ ബാധ്യത കൂടുകയാണ്. ഇനിയാണ് മറ്റൊരു പ്രതിസന്ധി. കെ റൈസിനായി വാങ്ങിയ അരിയുടെ വില കുടിശ്ശിക വരുത്താതെ വിതരണക്കാർക്ക് കൊടുക്കണം. അതിന് ഭക്ഷ്യവകുപ്പിനായില്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം പാരമ്യത്തിലെത്തുമ്പോൾ കെ റൈസ് വിതരണം പ്രതിസന്ധിയിലാകുമെന്ന ആശങ്ക ഭക്ഷ്യവകുപ്പ് ഉദ്യോഗസ്ഥർക്കുണ്ട്. പ്രശാന്ത് കൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.